നമസ്കാരം. മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. ഇന്ത്യൻ ഓഹരി വിപണിയിൽ ചാഞ്ചാട്ടം. നിഫ്റ്റി 21,300 പോയിന്റിനരികെ വ്യാപാരം തുടരുന്നു. സെൻസെക്സ് സൂചികകളിൽ അസ്ഥിരത. BSE മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സൂചികകൾ 0.5% ഉയർന്നു. ഇന്ത്യൻ വിപണികളിലേക്ക് $100 ബില്യൺ ഒഴുക്കുണ്ടാകാൻ സാധ്യതയെന്ന HSBC. ഇന്ത്യൻ ഗവൺമെന്റ് ബോണ്ടുകൾ ആഗോള സൂചികയായേക്കും. അടുത്ത 5 വർഷത്തിനുള്ളിൽ വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപം $100 ബില്യൺ സാധ്യത. രാജ്യത്തെ പ്രത്യക്ഷ നികുതി GDP അനുപാതം 15 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ. നികുതി വിഹിതം 6.1% ഉയർന്നു. നികുതിദായകരുടെ എണ്ണത്തിലും വർധന. 2023 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിലെ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്നവരുടെ എണ്ണം 7.4 കോടിയായി. നേട്ടത്തിന്റെ പാതയിൽ പവർ ഫിനാൻസ് കമ്പനി REC. പിന്തുണച്ചത് ത്രൈമാസ പ്രകടനങ്ങൾ. അറ്റാദായത്തിലെ 13.6% കുതിപ്പിൽ REC ഓഹരികൾ 7% ഉയർന്നു. പ്രധാനമന്ത്രി സൂര്യോദയ യോജനയ്ക്കായി 1.2 ലക്ഷം കോടി രൂപ വായ്പ നൽകാനും തീരുമാനം. അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ 6.9% വളരുമെന്ന പ്രവചനവുമായി റോയിട്ടേഴ്സ് പോൾ. പണപ്പെരുപ്പം ഉടൻ കുറയാനും സാധ്യത. സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 2 പാദങ്ങളിൽ പ്രതീക്ഷിച്ചതിലും മികച്ച പ്രകടനം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കാഴ്ചവെച്ചെന്നും റോയിട്ടേഴ്സ് പോൾ. ഇനി മാർക്കറ്റ് അനാലിസിസിലേക്കാണ്. ഇന്നത്തെ ഒരു ദിവസം ചെറിയൊരു നെഗറ്റീവ് മോഡിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരുന്നെങ്കിലും വലിയ രീതിയിലൊരു അസ്ഥിരത പ്രകടമാവുന്നുണ്ട് ഇന്ത്യൻ ഓഹരി വിപണികളിലൊക്കെ തന്നെയും. ഇന്ന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ 56 പോയിന്റ് താഴ്ചയിൽ 21,295 പോയിന്റിലാണ് നിലവിൽ നിഫ്റ്റിയിൽ വ്യാപാരം നടക്കുന്നത്. നിഫ്റ്റി, നെക്സ്റ്റ് 50, നിഫ്റ്റി മിഡ് ക്യാപ് സൂചികളിലൊക്കെ തന്നെ ഒരു പോസിറ്റീവ് പ്രതിഫലിക്കുന്നുണ്ടെങ്കിലും നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് ഓഹരികളിലൊക്കെ തന്നെ ഒരു നഷ്ടമാണ്. അവിടെ ഒരു നെഗറ്റീവ് മോഡാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് 210 താഴ്ചയിൽ 44,804 പോയിന്റിലാണ് നിഫ്റ്റി ബാങ്കിൽ വ്യാപാരം നടക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു ബാങ്കിംഗ് ഓഹരികളിൽ വലിയ രീതിയിലുള്ള ഒരു വിൽപ്പന സമ്മർദ്ദം നേരിടുന്നുണ്ട്. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിന്റെ കാര്യത്തിലും അത്തരത്തിലുള്ള ഒരു സമ്മർദ്ദ ഓഹരികളിൽ വിൽപ്പന സമ്മർദ്ദം നേരിടുന്നതുകൊണ്ടാണ് ഇത്തരത്തിലൊരു താഴ്ചയിലേക്ക് പോയതെന്നാണ് വിദഗ്ധർ പറയുന്നത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയായ സെൻസെക്സിലേക്ക് വന്നാലും സെൻസെക്സ് 70,542 പോയിന്റിലാണ് നിലവിൽ വ്യാപാരം നടത്തുന്നത്. 143 പോയിന്റ് ഉയർച്ചയിൽ 70,514 സെൻസെക്സ് സൂചിക ഉയർന്നിരിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു വലിയൊരു സ്ലോ ഡൗണും അതിനുശേഷം ഉണ്ടായ സമ്മിശ്ര പ്രതികരണങ്ങളും ഒക്കെ തന്നെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റെയും വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഇനി മാർക്കറ്റ് വ്യൂവിൽ ഒരു അതിഥിയാണ് TPFSന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ പ്രിൻസ് ജോർജ് ആണ് ഇന്ന് മാർക്കറ്റ് വ്യൂവിന്റെ ഇൻട്രാ ട്രേഡ് ടൈമിങ്ങിൽ നമുക്ക് അതിഥിയായി ചേരുന്നത്. ശ്രീ പ്രിൻസ് ജോർജ്, വലിയ രീതിയിലുള്ള ഒരു അസ്ഥിരത ഇന്ത്യൻ വിപണിയിൽ പ്രകടമാകുന്നുണ്ട്. ഒരു പോർട്ട്ഫോളിയോ, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒക്കെ തന്നെ ഒരു വിഡ്രോവൽ ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്, കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഹോങ്കോങ്ങിനെ പിന്തള്ളി 4ാം സ്ഥാനത്തേക്ക് കുതിച്ചു വന്നിരിക്കുകയാണ്. ഇന്ത്യക്ക് മുന്നേ ഉള്ളത് US, ജപ്പാൻ, ചൈന എന്നീ ഓഹരി വിപണികളാണ്. ഒരു പക്ഷേ ചൈനയിലെ കോവിഡിന് ശേഷമുള്ള ഒരു മാന്ദ്യം മാനുഫാക്ചറിംഗ് സെക്ടറിൽ ബാധിക്കുകയാണെങ്കിൽ, ചൈനയെ സംബന്ധിച്ച് ചൈനയേക്കാൾ ഒരു പടി മാനുഫാക്ചറിംഗ് ലെവലിൽ ഇന്ത്യ ഉയരുകയാണെങ്കിൽ ഒരുപക്ഷെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റിൽ വിദേശ നിക്ഷേപത്തിലേക്ക് ഇന്ത്യ കുതിക്കാൻ സാധ്യതയില്ലേ? വിദേശ നിക്ഷേപങ്ങൾ ഇന്ത്യയിലേക്ക് വരിക, ഈ മാനുഫാക്ചറിംഗ് മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ള ഒരു ക്യാമ്പയിനിൽ വലിയ തോതിൽ വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു ഡേറ്റ, അതായത് ഹോങ്കോങ് മാർക്കറ്റിൽ ഇന്ത്യ പിന്തള്ളി എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്ത്യൻ ഓഹരികൾ ബെറ്ററായിട്ട് പെർഫോം ചെയ്യുകയും ഹോങ്കോങ്ങിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള മെയിനായിട്ട് ചൈന കമ്പനികളുടെ ഓഹരികൾ കുറച്ച് താഴേക്ക് വരികയും ചെയ്തുകൊണ്ടാണ് നമ്മളുടെ ഒരു പൊസിഷൻ ബെറ്ററായി 4th പ്ലേസിലേക്ക് ചെന്നു എന്ന് പറയുന്നത്. അത് പക്ഷേ ഇപ്പൊ ഇന്നലെ ഒരു വളരെ ഷോർട്ട് ടൈമിലേക്ക് അങ്ങനെ നിന്നുള്ളൂ. കാര്യം ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ഇടിഞ്ഞു, മാർക്കറ്റ് മുകളിലേക്ക് പോയി. അപ്പൊ വീണ്ടും ഹോങ്കോങ് നമുക്ക് മുന്നിലേക്ക് പോയി എന്നുള്ളതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. FDIയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ്സ് വൻതോതിൽ വരുന്നത് വളരെ അത്യാവശ്യമാണ്. ഈ ബജറ്റിൽ അതിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും പ്രപ്പോസൽ ഉണ്ടോ എന്നുള്ളത് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റിനെ പറ്റി വളരെ ഷോർട്ടായിട്ട് പറഞ്ഞാൽ വലിയ ഫോളിന് ശേഷം മാർക്കറ്റിനെ റിക്കവർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാണ്. വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിക്കവറി ഒന്നുമല്ല, എങ്കിലും
ഘട്ടത്തെക്കാളും പോസിറ്റീവായിട്ടുള്ള 2 ഘട്ടത്തിൽ നെഗറ്റീവിന്റെ ട്രേഡിലേക്ക് പോയെങ്കിലും അവിടെ നിന്ന് റിക്കവർ ചെയ്ത് ഒരു 75 പോയിന്റ് പ്ലസ് ആയിട്ടാണ് ഇപ്പൊ നിഫ്റ്റി നിൽക്കുന്നത്. ഈ ലെവലിൽ തുടരുകയോ അല്ലെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് കുറച്ചുകൂടെ റിക്കവർ ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. എന്നാലും പൂർണ്ണമായിട്ടും നമ്മുടെ ഡൗൺവേർഡ് ട്രെൻഡ് ചെയ്ത് പോയി എന്ന് പറയാനൊക്കെ നാളത്തെ എഫ് എക്സ്പയറിക്ക് ശേഷം മാത്രമേ ഒരു ട്രെൻഡ് കംപ്ലീറ്റഡ് ആയിട്ട് റിവേഴ്സ് ചെയ്തു എന്ന് പറയാനൊക്കത്തുള്ളൂ. HDFC ബാങ്ക് ഏറ്റവും ആദ്യം വീണൊരു ഷെയറാണ്. ആ ഷെയറിൽ ഇന്ന് ചെറിയൊരു റിക്കവറി ഉണ്ടെന്നുള്ളത് വിശ്വസത്തിന് ആശ്വാസമുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ശ്രീ പ്രിൻസ് ജോർജാണ് DPFSൽ അതിഥിയായി എത്തിയത്. ഇനി നാളെ ഒരു ദിവസം മാത്രമാണ് ഈ ആഴ്ചയിലെ ഒരു ട്രേഡിംഗ് ഡേ ആയിട്ട് അവശേഷിക്കുന്നത്. ഇനി വലിയൊരു രീതിയിലുള്ള അസ്ഥിരതയോ ഉയർച്ചയോ ഒക്കെ തന്നെ ഇന്ത്യൻ സ്റ്റോക്ക് വിപണിയിൽ കാണാൻ സാധിക്കും. ഇനി ബാക്ക് ടു ഗുഡ് ആഫ്റ്റർനൂൺ വിത്ത് ഹാഷ്മി. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS